മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം തികയുന്നു. 2019 ഓഗസ്റ്റ് 6-നായിരുന്നു സുഷമയുടെ അപ്രതീക്ഷിത വിയോഗം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതാ നേതാവും ഒന്നാം മോദി സർക്കാരിലെ ഏറ്റവും ജനപ്രീതിയുള്ള മന്ത്രിയുമായിരുന്നു സുഷമ സ്വരാജ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതാ നേതാവിനെയാണ് സുഷമയുടെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത്. 2019 ഓഗസ്റ്റ് 6-ന് തീർത്തും അപ്രതീക്ഷിതമായായിരുന്നു സുഷമ സ്വരാജിന്റെ വിയോഗം. ഒന്നാം മോദി സർക്കാരിലെ ഏറ്റവും ജനപ്രീതിയുള്ള മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. ഒന്നാം മോദി സർക്കാരിലെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ സുഷമ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൽ ആരോഗ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1970-ൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സുഷമ സ്വരാജ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായ അടയാളം രേഖപ്പെടുത്തിയിരുന്നു. 10 വർഷം ലോക്സഭാ അംഗമായിരുന്ന സുഷമ ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. ഹരിയാന നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡും സുഷമ സ്വരാജിന്റെ പേരിലാണ്. വിദേശകാര്യമന്ത്രിയായിരിക്കെ സാധാരണക്കാർക്ക് ഏറ്റവും സ്വീകാര്യയായ മന്ത്രിയായി സുഷമ സ്വരാജ് അംഗീകരിക്കപ്പെട്ടു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ സുഷമ സ്വരാജ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ലോക നേതാക്കളുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു. പ്രവാസികൾക്ക് വേണ്ടിയുള്ള സുഷമ സ്വരാജിന്റെ ഇടപെടലുകൾ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റി. ഓരോ ഭാരതീയന്റെയും നികത്താൻ കഴിയാത്ത നഷ്ടം തന്നെയായിരുന്നു സുഷമയുടെ വിയോഗം. പ്രവാസികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും മാതൃതുല്യായ വ്യക്തിയായിരുന്നു സുഷമ സ്വരാജ്. 2020-ൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം സുഷമ സ്വരാജിനെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.